എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2010 GVHS കലാകൃഷി എച്ചുമായിട്ട് ചാർജ് ഏറ്റെടുക്കുന്നത്. അവിടെ വരുമ്പോൾ VHSക്ക് HOD ആണ്. അപ്പോൾ VHSയുടെ പ്രിൻസിപ്പൽ ചാർജ് കൂടി എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അന്ന് VHSക്ക് മാത്രമേ ഉള്ളൂ കൊള്ളാവുന്ന ബിൽഡിംഗ്, പുതിയ ബിൽഡിംഗ് ആയിരുന്നു. ആ പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് അന്ന് ഞാൻ സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത്. ഹയർ സെക്കൻഡറിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്, വളരെ പരിതാപകരമാണ്. അവരതിൽ വളരെ ഞെരുങ്ങി കഴിയുന്നൊരവസ്ഥ. നഴ്സറി മുതൽ 7ാം ക്ലാസ് വരെയും ഒരു സാമാന്യ ബിൽഡിംഗ് ഉറപ്പുണ്ട്. പക്ഷെ പിന്നീട് ഹയർ സെക്കൻഡറിക്കൊക്കെ നമ്മുടെ ബഹുമാനായ നമ്മുടെ MP നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ രാജേഷ് അവരുകൾ ഹയർ സെക്കൻഡറിക്ക് നമുക്ക് നല്ല കെട്ടിടങ്ങളൊക്കെ തന്നു. അദ്ദേഹത്തിന്റെ MP ഫണ്ടിൽ നിന്ന്. പിന്നെയും നമുക്ക് വളരെ പരിതാപകരമായ അവസ്ഥ നമ്മുടെ ഹൈസ്കൂളിൽ ഒറ്റശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അവിടേക്ക് വന്നതുകൊണ്ട് പിന്നെ വളരെ ഒറ്റശ്ശേരിയും കാലാകൃഷിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ വളരെ പരിതാപകരമായ ഒരു സാഹചര്യമായിരുന്നു സ്കൂളിലെ കാര്യത്തിൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ MLA നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഇന്നിപ്പോ അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹം രാജേഷും കൂടെ സ്കൂളിന്റെ ഓരോ കാര്യങ്ങൾക്കും ഇവിടെ വരുന്ന സമയത്ത് രണ്ടുപേരോടും നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ടീച്ചർ നമുക്ക് നല്ല ബിൽഡിങ് ഉടനെ തന്നെ റെഡിയാക്കാൻ വാക്കും പറഞ്ഞു. അങ്ങനെ അവരുടെയൊക്കെ പ്രബലമായി നമ്മുടെ ഹൈസ്കൂളിന്റെ കാര്യത്തിൽ സെക്കൻഡറിക്ക് MP ഫണ്ടിൽ നമുക്ക് വെള്ളം കിട്ടി. ഹൈസ്കൂളിന് MLA ഇടപെട്ട് നമുക്ക് നല്ല ബിൽഡിംഗ് ഈ കാലത്ത് കിട്ടി. ഇന്ന് ഈ സമയം ഞാൻ അവരെയൊക്കെ ഓർക്കുക. സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ച നല്ല വ്യക്തിത്വങ്ങളെ ഈ സമയം ഓർക്കുന്നു. അതുപോലെ ഇവിടുത്തെ കുട്ടികൾ, ഇവിടുത്തെ രക്ഷകർത്താക്കൾ, അർപ്പണ മനോഭാവമുള്ള അധ്യാപകർ, സ്നേഹനിധികളായ നാട്ടുകാർ, പിന്നീട് ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് ഈ സ്ഥാപനത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പോരാടി വന്ന ഒരു ചരിത്രമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് അവിടെ അനുഭവിക്കാൻ കഴിയും. അതൊരു കൂട്ടായ പ്രവർത്തനമുണ്ട്. ഇത്രയും അർപ്പണ മനോഭാവമുള്ള അധ്യാപകരെ കാണാൻ അഭ്യാസമാണ്. ഇന്ന് ഒരു വലിയ സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കും. നല്ല മനോഹരമായ കുട്ടി ആ കഴിഞ്ഞ കാലത്തെ ആ കൂട്ടായ്മ ഒത്തൊരുമിച്ച് നമുക്ക് ഒപ്പിക്കാൻ ഈ സ്വപ്നങ്ങൾ പൂവണിയാൻ നമ്മോടൊപ്പം ചേർന്ന് മഹൻ വ്യക്തികളെ എല്ലാം അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സർവേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.